ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മുതൽ തന്നെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ടാണ്. നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് റാപ്പിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ളത്. രാവിലെ എണീറ്റ പാടന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ള പരിപാടിയാണ് ഇത്. ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചാൽ അത്രയും പണി കഴിഞ്ഞ്, ഇല്ലെങ്കിൽ ആര്യം വന്നിട്ട് ഫുള്ള് നിരത്തിയിട്ടിടും. അതിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ റാപ്പ് ചെയ്ത് കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുവച്ച്. ഇത് നമ്മൾ ഒരാളെ ഗിഫ്റ്റ് അല്ല കേട്ടോ, ഇത് നമ്മൾ രണ്ടാൾക്കാരെ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 4-4:30 ആകുമ്പോൾ ഞാൻ റെഡിയാവാൻ കഴിഞ്ഞ്. ആര്യനെ ഞാൻ മുന്നേ റെഡിയാക്കി ഇരുത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയാകാൻ കഴിഞ്ഞത്. ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്തു, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് വെച്ചിട്ട് ഐ ഷാഡോ പോലെ ആക്കി, പിന്നെ ഐലൈനറിൽ ഞാനിങ്ങനെ വാലിട്ട് എഴുതാൻ തുടങ്ങിയതുണ്ടല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സിങ് വിത്ത് മേക്കപ്പ് എന്നാണ് പേര്. അപ്പോൾ ഓളെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ചെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓള് ചെയ്യാൻ തുടങ്ങിയിട്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആയി നമുക്ക്. നമ്മുടെ കൂടെ പഠിച്ച് വളർന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ചെയ്യുമ്പം നമുക്കും കൂടെ ചെയ്യാനൊരു ഇഷ്ടം തോന്നി. ഓളാണ് ഈ മേക്കപ്പിൻ്റെ കാര്യത്തിലെല്ലാം എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. എനിക്ക് മാത്രമല്ല എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും അങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി, റെസ്റ്റോറൻറ്റിലെത്തി. അവിടെയൊന്നും ഒരു റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6:30 മണിക്ക് എത്തണം എന്നാണ് വിചാരിച്ചത്. നമ്മൾ പിന്നെ എത്തിയപ്പം 7-7:15 ആയി. അതിൻ്റെ ഒരു ചെറിയ ചമ്മലാണ് ഈ മുഖത്ത് കാണുന്നുള്ളത്. എന്നിട്ട് ഇപ്പം ഞാനില്ലേ ഹെയർ കളർ ചെയ്ത ശേഷം എനിക്ക് മുടി അഴിച്ചിടാൻ ഒരു കോൺഫിഡൻസ് എല്ലാം തോന്നിയിട്ടാ. പിന്നെ പണ്ടൊന്നും എനിക്ക് അങ്ങനെ മുടി അഴിച്ചിടാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ മുടി ഇട്ടിട്ട് എല്ലായിടത്തും പോവുകയെല്ലാം ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാജേട്ടനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കാണാൻ എന്ന് പറഞ്ഞു. പിന്നെ മുഖത്തും ഒരു ആ കളർ ചെയ്തതിൻ്റെ ഒരു ഗ്ലോ മുഖത്തും കൂടെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിന് പുറത്താണ് ഇങ്ങനെയെല്ലാം വേഷം കെട്ടിയിട്ട് പോകുന്നുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് പിന്നെ ഞാൻ ആര്യൻ്റെ കയ്യിൽ ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, ഷനായക്ക് പെട്ടെന്ന് പോയിട്ട് കൊടുത്തോ എന്നെല്ലാം പറഞ്ഞിട്ട് ഓനെ വിടുന്ന ആളാണ്. ഷനായി, ആര്യൻ, ഐദാൻ, ഇവർ മൂന്നാൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ആര്യനും ഷനായയും ഒരേ ക്ലാസ്സിൽ, ഐദാൻ LKG-യിലാണ് പഠിക്കുന്നത്. ആര്യനും ഷനായ നഴ്സറിയിൽ ഒരേ സ്കൂളിലാണ്. ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ്. ഷനായ കണ്ട ഗിഫ്റ്റും വാങ്ങിക്കൊടുത്ത് പെട്ടെന്ന് ഇവരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തിരക്കാണ് ഇവർക്ക്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കേക്കും കട്ട് ചെയ്തു. ഇത് പെപ്പാപ്പിക്ക് തീമിലുള്ള കേക്കായിരുന്നു, നല്ല കേക്കും കൂടിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മളെ ഇവാച്ചി വന്നു. ഇവ എൻ്റെ ക്യാമറ കൊണ്ട് ഞാൻ പോകുമ്പോൾ ഇവളിങ്ങനെ ചിരിച്ച് തന്നോളൂ. ഓൾക്ക് ഭയങ്കര ഗമയൊന്നുമില്ല കേട്ടോ. ഓളിങ്ങനെ ചിരിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഇവാച്ചി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കെല്ലാം കഴിച്ച്, നല്ല കേക്കായിരുന്നു, ക്യാരമൽ ഫ്ലേവേർഡ് കേക്കാണ്. നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് അങ്ങനെ കേക്ക് വാങ്ങലില്ല. പുറത്ത് ബേക്കറി നമ്മൾ വാങ്ങൽ കുറവാണ്. നമ്മൾ ഇവിടെ ഒരു ഹോം ബേക്കർ ഉണ്ട് നമ്മൾ അടുത്ത് താമസിക്കുന്ന അടുത്ത് തന്നെ. അവരുടെ അടുത്താണ് നമ്മൾ ഓർഡർ കൊടുക്കൽ. നമ്മൾ ന്യൂ ഇയറിന് എല്ലാത്തിനും അവരുടെ അടുത്താണ് ഓർഡർ കൊടുക്കൽ. ഇത് നീതു ആൻഡ് ശീതൽ സാറ്. നീതു എന്ന് വെച്ചാൽ നമ്മളെ ഗ്രൂപ്പിൽ ഏറ്റവും നിഷ്കളങ്കമായ ഒരു കുട്ടിയാണ് നീതു എന്ന് പറയുന്നത്. അവൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ കേട്ടോ. ഭയങ്കര പാവമാണ്, ഭയങ്കര കമ്പനിയാണ് കേട്ടോ, ജോളിയാണ് ആൾ. പാലക്കാടുകാരാണ് അവർ. പിന്നെ ഇതാണ് നമ്മുടെ പാർട്ടി നടന്ന സ്ഥലം. ഇവിടെ കണ്ട മൊത്തം മുള കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇവിടെ നമ്മൾ ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയാലും അവിടെ ഇങ്ങനെ മുള വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഹട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കോട്ടേജസ് പോലെ ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ടാവും. നമുക്ക് അത് ഒരു നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ഒറ്റ ഒരു റൂമിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കോട്ടേജസ് ആയിട്ടും ഉണ്ട്. അതിൽ നമുക്ക് ഫ്രണ്ട്സായിട്ട് പാർട്ടി നടത്താം, എല്ലാം ചെയ്യാം. ഒരു ഇതില്ല, പ്രൈവസി ഉണ്ട് അവിടെ. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് കൊണ്ടു തന്നു. നമ്മൾ സൂപ്പ്, വെജ് സൂപ്പ്, പിന്നെ ബേബി കോൺ, പിന്നെ ഗോബി, പിന്നെ ഫ്രൈ ചെയ്തത്, പിന്നെ തന്തൂരി ചിക്കൻ, പിന്നെ ചിക്കൻ പക്കോട എല്ലാം ഉണ്ടായിരുന്നു. ആര്യനും കഴിച്ചിട്ടാ. ആര്യൻ ആദ്യം കുറച്ച് കഴിച്ചു, പിന്നെ കളിക്കാൻ പോയി. മെയിനായിട്ട് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതാണ് ഇവരെ ഇത് കളിക്കാൻ അവിടെ പോകാൻ വേണ്ടിയിട്ട് തിരക്കാണ്. തിന്നൊന്നും സമയമില്ല, പെട്ടെന്ന് ഓടിപ്പോവാൻ ചെയ്യൽ. പിന്നെ ഇത് ദിയാൻ രണ്ടാളുണ്ട്, ട്വിൻസാണ്. നീതു ചേച്ചീൻ്റെ പിള്ളേരാണ് കേട്ടോ. എനിക്ക് ഇവരെ കാണാൻ വ്യത്യാസമുണ്ട് ഇവർ, പക്ഷെ എനിക്ക് ഇവരെ പേര് തമ്മിൽ മാറിപ്പോൾ. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ദിയാന എന്നൊക്കെ ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം ഓനെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു. ഓനെൻ്റെ മുഖം കാണല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കണ്ട അപ്പം കരിയോന്. പിന്നെ ചേച്ചി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സമയം ഓനെടുത്തിട്ട് ഇങ്ങനെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ട്. ഇവിടെ ജെൻസിൻ്റെ വേറെ തന്നെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അത് ആ സൈഡ് നടന്നോളൂ. നമ്മളങ്ങനെ നോക്കും. നമ്മൾ മെയിൻ ഫോക്കസ് ഫുഡ് കഴിക്കുക, പിന്നെ വർത്താനം പറയുക, അത്രയേ ഉള്ളൂ. പിന്നെ പുറത്ത് ഇതാണ് ഈ പ്ലേ ഏരിയ. ഇവിടെ ചെറിയൊരു സീസോ ഉണ്ട്, പിന്നെ ഒരു സ്ലൈഡ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു കറങ്ങുന്ന സാധനമുണ്ട്. ഇതിൽ പിള്ളേർ ഇരുന്നിട്ട് കളിച്ചോളൂ. നമുക്കൊരു നല്ല റിലാക്സിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പിള്ളേർക്ക്
ബോറടിച്ചില്ല. സാധാരണ നമ്മളിങ്ങനെ പിള്ളേർ പോകുമ്പോൾ അവർ കുറേ സമയം കളിക്കും, പിന്നെ കുറച്ച് സമയം വഴക്കിടും, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടേട്ടാ. അവരങ്ങനെ കളിച്ചോളും ആ പ്ലേ ഏരിയയിൽ. പിന്നെ ഇവനെ ഞാനെടുത്തു കുറച്ച് സമയം വീഡിയോയിലെടുത്തു. ഓളിങ്ങനെ ലൈറ്റെല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ടൊക്കെ ആയിരുന്നു. പിന്നെ കുറേ സമയം പുറത്ത് വന്ന് നമ്മളെല്ലാവരും ഒരു ഫോട്ടോസാണ്, പിന്നെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, ഇതൊക്കെയാണ് പിന്നെ നടന്ന സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളിങ്ങനെ വീട് വിട്ടിട്ട് അല്ലെങ്കിൽ നാട് വിട്ടിട്ട് പുറത്ത് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു സെറ്റ് ഓഫ് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഒരു ഫാമിലി പോലെ ഒരു നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അധികം നാട് മിസ് ചെയ്യില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിൽ ഭയങ്കര ഭാഗ്യമുണ്ട്. കാരണം ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് അലഹബാദിലുണ്ടായിരുന്നു. ആടെയും എനിക്കൊരു നല്ല സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടി. ഭയങ്കര നമുക്ക് നാട് മിസ് ചെയ്യില്ല. നമുക്ക് അപ്പം പോകാൻ കഴിയില്ലല്ലോ നാട്ടിലേക്ക്. അപ്പം നമുക്ക് ഏറ്റവും നല്ല ഒരു വൈബുള്ള ഒരു ആൾക്കാർ നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. അതാണിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെ പോലെ കല്യാണവും വേറെ ഉത്സവം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബർത്ത്ഡേസ് അങ്ങനെയെല്ലാം പാർട്ടിയും കാര്യങ്ങളെല്ലാം വരും കേട്ടോ. അപ്പം നമുക്ക് നല്ലോണം എൻജോയും ചെയ്യാൻ പറ്റും. ഇത് രാജേട്ടനും അമൽ സാറും കൂടിയിട്ട് വെസ്റ്റ് സൈഡിൽ നിന്ന് ഒന്നിച്ചെടുത്ത ഷർട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയില്ലേ, ആ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാട്ടോ ഷോപ്പിംഗ് വീഡിയോ. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സമയം സംസാരം എന്ന് വെച്ചാൽ ഞാൻ കാസർഗോഡുകാരി ആയതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാവർക്കും അറിയാൻ കുറച്ചും കൂടി താല്പര്യമുണ്ട്. തെയ്യം നമ്മളെ നാട്ടിലൊരു കൾച്ചർ കുറച്ച് വ്യത്യാസമാണല്ലോ. അപ്പം അവർക്ക് അതെല്ലാം കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പറയാനും ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കുറിച്ചിട്ട്. കുറേ സമയം അതായിരിക്കും മെയിൻ, ഒരു സെറ്റ് അതായിരിക്കും വർത്താനം. കാരണം ഞാൻ എന്തെങ്കിലും ഒരു വേർഡ് പറയുമ്പോൾ അവർക്കത് അറിയേയില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടേതായ ഒരു ഇത് അവരുടെ നാട്ടിൽ അതിന് എന്താ പറയൽ, അതാണ് നമ്മൾ മെയിൻ വർത്താനം വിഷയം എന്ന് പറയുന്നത്. പിന്നെ കുറേ സമയം ഇതന്നെ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, പിന്നെ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക. ഞാൻ കണ്ണടച്ചു, ഞാൻ നോക്കിയില്ല, പിന്നെ ഡിലീറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കുറേ സമയം അതായിട്ട് എൻജോയ് ചെയ്തിട്ടാക്കോ. നല്ല രസമാണ്. മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇത് പാർട്ടീസ് ചെയ്യുക. എനിക്ക് ഇങ്ങോട്ട് വന്ന ശേഷമാണ് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഇല്ലല്ലോ. ഇവിടെ ആകുമ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്ന ശേഷമാണ് ഇങ്ങനെ പാർട്ടിയെല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല രസമാണ്. ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചിട്ട് നല്ലൊരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു പരിപാടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ അലമ്പെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നല്ലോണം വിശന്ന്. അപ്പോൾ നമുക്ക് നേരെ വന്നിട്ട് നമ്മൾ ഡിന്നർ കഴിച്ച് മെയിൻ കോഴ്സായിട്ട് നമുക്ക് ഉണ്ടായത് കടായി ചിക്കൻ, പിന്നെ ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടായി, ഒരു ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ട്, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ജീര റൈസ്, ഫിഷ്, നാന്, പിന്നെ റോട്ടി. ഇവിടെ നമ്മൾ ഫിഷിലും പിന്നെ ചിക്കനിലെല്ലാം ഇവർ ഉരുളക്കിഴങ്ങ് ഇടും. നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ ടേസ്റ്റ്. നല്ല രസമുണ്ട്. ഞാൻ റോട്ടി, പിന്നെ റൈസ്, പിന്നെ ഫിഷ് കറി, ചിക്കൻ അതാണ് കഴിച്ചത്. ഞാൻ നാൻ എടുത്തിട്ടാ. മിനിയാത്ത പാർട്ടിയിൽ ഞാൻ കുറേ നാൻ കഴിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് നാൻ കഴിക്കാൻ തോന്നിയിട്ടാ. നല്ലതായിരുന്നു പറഞ്ഞു കേട്ടോ. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. പിള്ളേരും നല്ലോണം കഴിച്ചു. പിള്ളേർ മെയിനായിട്ടുണ്ടല്ലോ കഴിച്ചിട്ട് ഓടിയതാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അവരെല്ലാം കൂടി പെട്ടെന്ന് വാരി തിന്ന് പിന്നെ കളിക്കാൻ ഓടിയതാണ്. ഈ പ്ലേ ഏരിയ കണ്ടതും പിള്ളേർക്ക് ഇരുത്തം കൊള്ളുന്നില്ല റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് ഉണ്ടായത് ഗുലാബ് ജാമുനാണ്. എനിക്ക് പണ്ട് ഗുലാബ് ജാമുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി. എനിക്ക് ഇവിടെ വന്ന ശേഷം ഉണ്ടല്ലോ ഒരു 4-5 വർഷമായി കണ്ടിന്യൂസ് ഈ ഗുലാബ് ജാമുൻ കണ്ടിട്ട് മടുത്ത്. അതുകൊണ്ട് ഇപ്പോൾ വലിയ താല്പര്യമില്ല. രാജുവേട്ടനും വലിയ താല്പര്യമില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നെങ്കിൽ നമുക്ക് ഈ സ്വീറ്റ്സിനോട് വന്നിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇങ്ങനെ ഇതായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുത്ത്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് മടുത്ത് കേട്ടോ സ്വീറ്റ്സ്. നാട്ടിലെ ഇങ്ങനത്തെ മിച്ചറ്, ചക്കളി അങ്ങനത്തെ എല്ലാം തിന്നാനിപ്പോൾ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ട ഇത് പിന്നെ പിള്ളേരായി നമുക്ക് തോന്നുന്നു നമുക്കെല്ലാം ഒരു 10 വയസ്സ് കുറയും ഇങ്ങനൊരു സെറ്റപ്പിലോട്ട് വരുമ്പോൾ. പണ്ടത്തെ ഒരു കോളേജ് വൈബാണ് ഇങ്ങനെ വരുമ്പോൾ. എല്ലാവരും ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡ്സ് ആയാലും വൈഫായാലും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യും കേട്ടോ. അങ്ങനെ മാറി നിൽക്കുന്ന ആൾക്കാരൊന്നും ഇല്ല ഇതിൽ. നല്ലോണം എൻജോയ് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ കഴിഞ്ഞു പാർട്ടി 11 മണിയായിന്ന് തോന്നുന്നു. പാർട്ടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാവരും ബായ് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരു പുതിയ റെസ്റ്റോറൻറ്റും ഇഷ്ടപ്പെട്ട്, പാർട്ടിയും നല്ല രസമായിരുന്നു. അപ്പം എല്ലാവർക്കും എനിക്കിഷ്ടപ്പെട്ട പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു വളർന്നു വരുന്ന ഒരു വ്ളോഗറാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാണ് കേട്ടോ. താങ്ക് യു.